സംഭവം 2006-ലോ 2007-ലോ നടന്ന സംഭവമാണ്. അപ്പനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. അപ്പൻ്റെ ആ ഒരു മാനസികാവസ്ഥ, മകളുടെ മേൽ വെച്ച വിശ്വാസം, മകൾ നശിപ്പിച്ച് ആ മകൾ ചിലപ്പോൾ തെറ്റായൊരു കാര്യത്തിലൊന്നും ആയിരിക്കത്തില്ല. കൂട്ടുകാരനുമായിട്ട് ഒത്ത് ഒരു ബൈക്കിൽ ഒരു യാത്ര, അതായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത്. പക്ഷേങ്കിൽ ഞാനീ പറയുന്നത് ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ അപ്പനും അമ്മയും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പക്ഷേ വിളിക്കുമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ചിലപ്പോൾ പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ അപ്പം വിളിക്കും, മോളെ എന്ത് ചെയ്യേ, യാത്രയുടെ സുഖമാണോ? അപ്പോഴും നിങ്ങൾ പറയുകയാണ് എല്ലാ യാത്ര സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. എവിടെ നിങ്ങളിരിക്കുന്ന ട്രെയിനകത്താണോ? അല്ല, അപ്പനെ പറ്റിക്കുകയാണ്. അപ്പനെ ഓരോ നിമിഷം നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല വീട്ടിലും പല പെൺകുട്ടികളും ആൺകുട്ടികളും പേരൻസിനെ ദിവസേന അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അല്ല മണിക്കൂറുകൾക്കുള്ളിൽ പറ്റിച്ചാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താ പറയുക, തീരാത്ത കടങ്ങളാണ്. ഇതിപ്പം ഞാൻ പറയുമ്പോൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അത് അവർ മനസ്സിലാക്കിക്കോളും. അത് ആ ഒരു പ്രായമാകുമ്പോൾ. ഒരു പക്ഷേ ഞാൻ ചെറുപ്പകാലം ഇരുന്ന സമയത്ത് എന്നോട് പറഞ്ഞാലും ചിലപ്പോൾ ഞാനത് അംഗീകരിക്കത്തില്ല. പക്ഷേ എനിക്കിന്നൊരു മകളുണ്ട്, അവൾ വളർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് ചെറിയ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പ്രായമായ കുട്ടികളുണ്ട്. ഇവരൊക്കെ ഉള്ള കൺസേൺ ഇതാണ്. മക്കളോട് അപ്പനും അമ്മയും പറയുന്നതല്ല, അപ്പനും അമ്മയും പറ്റിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയാവുകയല്ല. നിങ്ങൾ ഇങ്ങനത്തെ രീതിയിലേക്ക് പോകല്ലേ. ഇന്നും ഇത്തരം കുട്ടികൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഞാൻ വ്യക്തമായൊരു കണ്ടൊരു സംഭവം ആയതുകൊണ്ടാണ് ഈ ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞത്.